ഒട്ടുമിക്ക ആളുകളിലും ഇന്ന് കാണപ്പെടുന്ന ജീവിതശൈലി അസുഖങ്ങളിലൊന്നാണ് പ്രമേഹം. പ്രമേഹം എന്നാൽ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുക എന്നുള്ള ഒരു രോഗം മാത്രമല്ല. പ്രമേഹം ശരീരത്തിന്റെ പല ഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇവിടെ കണ്ണിനെ എങ്ങനെയെല്ലാം പ്രമേഹം ബാധിക്കുന്നു എന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഏറ്റവും പ്രധാനമായത് കണ്ണിന്റെ നേത്രാന്തര നേത്രപടലത്തിൽ ഉണ്ടാകുന്ന ഘടനാ വൈകല്യങ്ങൾ അഥവാ ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ്. കണ്ണിന്റെ കാഴ്ച ഞെരുവിനെയും പ്രമേഹം ബാധിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും സാധാരണയായി കാണപ്പെടുന്നത് കണ്ണിന്റെ ലെൻസിൽ ഉണ്ടാകുന്ന തിമിരമാണ്. ഇത് കാഴ്ചക്കുറവിന് കാരണമാകുന്നു. കണ്ണിന്റെ പോളയിൽ കണ്ണിക്കുരു തുടരെ ഉണ്ടാകുന്നു. കണ്ണിന്റെ കോർണിയയിൽ, അതായത് കണ്ണിന്റെ മുന്നിലുള്ള നേത്രപടലത്തിൽ മുറിവുകൾ ഉണ്ടാകുകയും അത് ഉണങ്ങാൻ കാലതാമസം നേരിടുകയും ചെയ്യുന്നു. ചിലപ്പോൾ അത് വ്രണമായി മാറുകയും ചെയ്യും. കണ്ണിന്റെ ഉള്ളിലുള്ള സമ്മർദ്ദം അഥവാ ഇൻട്രാ ഓക്കുലർ പ്രഷർ കൂടി ഗ്ലോക്കോമ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകുന്നു. കണ്ണിന്റെ ചുറ്റുമുള്ള ഓർബിറ്റിൽ അണുബാധയുണ്ടാക്കി കണ്ണ് വീർത്തു വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കണ്ണിന്റെ മാക്കുലയിൽ ഇത് ബാധിക്കുകയും അങ്ങനെ കണ്ണിന്റെ കാഴ്ച ക്രമേണ കുറഞ്ഞു പോവുകയും അടുത്ത് കാണാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. ഏറ്റവും അവസാനം ഒടുവിൽ കണ്ണിന്റെ റെറ്റിന തന്നെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഡയബറ്റിക് റെറ്റിനോപ്പതി അഥവാ കണ്ണിന്റെ കാഴ്ച ഞെരുവിലുണ്ടാകുന്ന ഘടനാ വൈകല്യങ്ങൾ അന്ധതയ്ക്കുള്ള ഒരു പ്രധാന കാരണമാണ്. കണ്ണിന്റെ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയെ വഷളാക്കുന്നതിൽ പ്രഷറും പുകവലിയും നിയന്ത്രണമില്ലാത്ത ഭക്ഷണരീതിയും വ്യായാമ ഇല്ലായ്മയും ചിലപ്പോൾ കൊളസ്ട്രോളിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും കാരണമാകാറുണ്ട്. ഡയബറ്റിക് റെറ്റിനോപ്പതി കൂടുതലും ടൈപ്പ് 2 ഡയബറ്റിക്സിലാണ് കാണപ്പെടുന്നത്. ഇൻസുലിൻ എടുക്കാത്ത ഒരു 60% ആളുകളിലും ഡയബറ്റിക് റെറ്റിനോപ്പതി ഒരു 20 വർഷത്തിന് ശേഷം കാണപ്പെടാറുണ്ട്. അനിയന്ത്രിതമായ പ്രമേഹം, ഭക്ഷണത്തിലെ ക്രമക്കേടുകൾ, അതുപോലെ രക്തത്തിലെ കൂടിയ പഞ്ചസാരയുടെ അളവ് ഇതെല്ലാം അപകടകാരികളാണ്. ഗർഭിണികളിലും ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് സാധ്യത കൂടുതലാണ്. ചെറുതായി കണ്ണിന് കാഴ്ച മങ്ങുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് കാഴ്ച കുറവ് അനുഭവപ്പെടുകയോ എന്തെങ്കിലും കണ്ണിന്റെ മുമ്പിൽ ഒഴുകി നടക്കുന്നതിലൂടെ തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പരിശോധിക്കുക. അല്ലെങ്കിൽ നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ പ്രധാന കാരണം. ഡയബറ്റിക് റെറ്റിനോപ്പതി രക്തക്കുഴലുകളുടെ ഭിത്തി കട്ടിയാവുക, രക്തക്കുഴലുകൾ ചെറുതായി കാണപ്പെടുക, നീർക്കെട്ടുണ്ടാവുക, ചിലപ്പോൾ പെട്ടെന്ന് രക്തസ്രാവം കണ്ണിന്റെ ഉള്ളിൽ ഉണ്ടാകുകയും ചിലപ്പോൾ കണ്ണിന്റെ നേത്രപടലം അഥവാ റെറ്റിന വിട്ടുപോകുകയും ചെയ്യും. കണ്ണിൽ മരുന്ന് ഒഴിച്ച് കൃഷ്ണമണി വികസിപ്പിച്ച് അകത്തോട്ട് ലൈറ്റ് അടിച്ച് ഇൻഡയറക്റ്റ് ഓഫ്താൽമോസ് നൽകി അല്ലെങ്കിൽ OCT സ്കാൻ എന്ന ടെസ്റ്റ് വഴിയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടോ പരിശോധിക്കുന്നത്. എന്തെല്ലാമാണ് ചികിത്സാ രീതി എന്ന് നോക്കാം. ആദ്യമായി പ്രമേഹം കണ്ണിനെ ബാധിക്കുന്ന എന്തെല്ലാം രീതികളാണ് മനസ്സിലാക്കുന്നു. പിന്നീട് പ്രമേഹം നിയന്ത്രണത്തിലാകാൻ എന്തെല്ലാം ചെയ്യണമെന്ന് പറയുന്നു. ആഹാരം വഴിയും വ്യായാമം വഴിയും പ്രമേഹം നിയന്ത്രണത്തിലാക്കാൻ സാധിക്കും. ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ അതാതുപോലെ കഴിക്കാൻ ശ്രദ്ധിക്കുക. പുകവലി നിർത്തുക. കൂടെയനുബന്ധിച്ചുള്ള പ്രഷർ, കൊളസ്ട്രോൾ എന്നിവ അതാത് സമയത്ത് ചികിത്സിക്കുക. മരുന്ന് കഴിക്കുക. കണ്ണിന്റെ ഉള്ളിൽ ചെയ്യുന്ന ചികിത്സകളിൽ ഏറ്റവും പ്രധാനം ലേസർ ചികിത്സയാണ്. അതാത് സമയത്ത് ലേസർ ചികിത്സ നടത്തുകയാണെങ്കിൽ പൂർണ്ണ അന്ധത ഒഴിവാക്കാൻ സാധിക്കും. പിന്നീട് ഇഞ്ചക്ഷനുകളാണ് എടുക്കുന്നത്. ലേസർ ചികിത്സ ഫലവത്താകാത്ത കേസുകളിൽ നമ്മൾ വിട്രിയോ റെറ്റിനൽ സർജറി ചെയ്യുന്നു.